Hello guys, welcome to our YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇപ്പോൾ എണീറ്റപ്പോൾ തന്നെ ഒരു 8:30 ആയി കേട്ടോ. ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായി പോയി. എനിക്ക് പോയി ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് ഒന്ന് സെറ്റ് ആവണം. എണീറ്റപ്പോൾ കുറച്ച് ആയിപ്പോയി. 8:30 ആയപ്പോൾ തന്നെ ഉണ്ടോ വെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പം ഉണ്ണേണം ജോലിക്ക് കേട്ടോ. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഉറക്കത്തിലായിരുന്നു. പോവാന്ന് പറഞ്ഞ ആളങ്ങ് പോയി കേട്ടോ. ഇന്ന് വേറെ എന്തോ അത്യാവശ്യക്കൂടെ കാര്യം കൂടെ ഉള്ളതുകൊണ്ട് നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞപ്പോഴും നേരത്തെ പോയി കേട്ടോ. 10 സമയമായി ഞാൻ ഈ വെയിലുള്ള ഇരുന്നിട്ട്. ഇനിയിപ്പം ഒന്ന് പോയി കുളിച്ച് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷായി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പം അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഉണ്ണിമോളെ കാണിച്ചു. അവളെ എണീറ്റിട്ടില്ല കേട്ടോ. അവളിപ്പോഴും നല്ല ഉറക്കമാണ്. ഞാൻ പിന്നെ ഉണർത്തിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ കുളിച്ച് ഫ്രഷൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ചിട്ട് അവളെ വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനിയിപ്പോൾ ഞാൻ ബ്രഷൊക്കെ ചെയ്ത് കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ. ഇതാട്ടോ ഞാൻ പറഞ്ഞ സാധനം, അഗാരോ റീജൻസി മൾട്ടി കുക്ക് കെറ്റിൽ വിത്ത് സ്റ്റീം. എന്ന് പറയുമ്പോൾ വെള്ളം മാത്രം തിളപ്പിക്കുന്ന സാധനമല്ലോ കേട്ടോ. ഇതിന് കൂടെ കിട്ടുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്രിൽ റാക്ക്. സ്റ്റീം ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ വെക്കാനുള്ള റാക്ക്. പിന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് ബൗൾ വരുന്നുണ്ട്, കേക്ക് ഒക്കെ സ്റ്റീം ചെയ്തെടുക്കത്തില്ലേ അതിന്. ഇത് എഗ് ബോയിലിംഗ് റാക്ക് ആട്ടോ. ഇതിന്റെ അകത്ത് ഒരു 6 മുട്ടയെങ്കിലും നമുക്ക് ബോയിലിംഗ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീമിംഗ് പോട്ട് വരുന്നുണ്ട്. ഇതിൽ സ്റ്റീം ചെയ്തെടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഇത് ഗ്ലാസ് ലിഡ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ആയോ എന്നൊക്കെ നോക്കാൻ എളുപ്പമാണ്. ഇതിന്റെ ബോട്ടം പോർഷൻ നമുക്ക് വെള്ളം ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമുക്ക് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ. കോൾട്ട് ഡബിൾ ലെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കൂൾ ടച്ച് ഔട്ടർ ബോഡി ആട്ടോ. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ ഭയങ്കര ഈസി ആട്ടോ. 360 ഡിറ്റാച്ചബിൾ പവർ ബേസുമാണ്. 600 വാട്ട് പവർഫുൾ ഹീറ്റിംഗുമാണ്. ഇവൻ ഒരാൾ മതി കേട്ടോ എല്ലാ കാര്യത്തിനും. ചായ ഇടാനാവട്ടെ, മുട്ട ബോയിൽ ചെയ്യാനാവട്ടെ, ചോറുണ്ടാക്കാനാവട്ടെ, എന്തിനും ഇവൻ ഒരാൾ മതി കേട്ടോ. ഇത് നമുക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇലക്ട്രിക് ബേസിൽ നിന്ന് എടുത്തിട്ട് കൂൾ ആയതിനു ശേഷം മാത്രമേ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഡയറക്റ്റ് ടാപ്പിൽ കൊണ്ടുപോയി കഴുകാതിരിക്കുക. വാട്ടർ കെയർഫുള്ളി പോട്ടിലോട്ട് ഒഴിച്ചിട്ട് വേണം കഴുകാൻ. മൈൽഡ് സോപ്പും സോഫ്റ്റ് സ്പോഞ്ചും വെച്ചിട്ട് വേണം കഴുകാൻ. ഫേസിൽ വാട്ടർ ആവാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ക്ലീൻ കോട്ടൺ വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. ഇത്രേ വേണ്ടുള്ളൂ. അപ്പൊ ഗൈസ് എന്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പൊ തല നനച്ച് ഞാൻ കുളിച്ചിട്ടില്ല. അതിന്റെ റീസൺ നിങ്ങൾക്ക് വഴിയേ ഈ വ്ലോഗിൽ കൂടെ കാണാൻ കേട്ടോ. തല നനയ്ക്കാത്തതിന്റെ മെയിൻ കാരണം അത് മാത്രമല്ല, ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടെയാണ്. അതെല്ലാം ഞാൻ കാണിച്ചു തരാൻ വയ്യ. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. അപ്പം അതെനിക്ക് വയ്യ കാണിച്ചു തരാം. ഇപ്പം എന്തായാലും ഞാൻ പറയുന്നില്ല. പിന്നെ നമുക്കൊരു പൊട്ടൊക്കെ വെച്ചിട്ട് ആഹാരം കഴിക്കാം. വീട്ടിൽ നിന്നാലും സുന്ദരിയായിട്ട് നിൽക്കണ്ടേ. എപ്പോഴായാലും നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴായാലും സുന്ദരിയായിട്ട് നിൽക്കണം. സ്റ്റാൻഡിന് പൊട്ടൊക്കെ വെച്ച് സുന്ദരിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് വേറൊരാൾ ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഉണ്ണിമോള്. നമുക്ക് ഉണ്ണിമോളെ അടുത്തോട്ട് പോവാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടോ, എണീറ്റ് ഓടാൻ പോവാണോ? നീ എണീറ്റ് ഓടാൻ പോവാണോ? ഗുഡ് മോർണിംഗ് ഉണ്ണിമോളെ, ഗുഡ് മോർണിംഗ്. അയ്യോ 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 അയ്യോ. എല്ലാരും കാണട്ടെ. ഇരിക്കുന്ന കുഞ്ഞിതോരെ ഇരിക്കുന്ന ആരും കണ്ടിട്ടില്ല. സ്വയം എണീറ്റ്. അപ്പോൾ ഗൈസ് ഇനി ഉണ്ണിമോളുടെ ഡൈപ്പറൊക്കെ ഒന്ന് മാറ്റി അവളെ മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആക്കി എടുക്കണം. അപ്പോൾ ഗൈസ് നിങ്ങൾ അവൾ സ്വയമേ ഇരിക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ ആളിരിക്കും. അപ്പോൾ ആദ്യമായിട്ടല്ലേ നിങ്ങളിപ്പോൾ വ്ളോഗിലായാലും വീഡിയോയിലായാലും അവൾ തനിയെ ഇരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പിന്നെ നമ്മളിത് ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ തനിയെ എപ്പോഴും ഇരുന്ന് കളിക്കുകയും ആഹാരം കഴിക്കാൻ വിളിക്കുമ്പോഴും ഇങ്ങനെ ഇരുന്ന് വരും കേട്ടോ ആള്. അപ്പോൾ ഇനി ഉണ്ണിമോളെ കൊണ്ടുപോയി നമുക്കൊന്ന് ഫ്രഷ് ആക്കി എടുക്കാം. നമുക്ക് ഈ 2 മരുന്ന് കൊടുക്കണം. ഇന്നല്ല എല്ലാ ദിവസവും കൊടുക്കണം. ഇതെല്ലാം ഈ അടുത്തിരിക്കുന്ന എല്ലാ തൈറോയിഡിൻ്റെ മരുന്നാട്ടോ. ഇത് രാവിലെ കൊടുക്കാനുള്ളതാണ്. പക്ഷേ ഇന്ന് ഞാനും അവിടെ എണീറ്റ് കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ എണീറ്റ് ഉടനെ കൊടുക്കാമെന്ന് വിചാരിച്ച് ദിവസം പോലും മുടക്കില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇത് 1.5 ഗുളിക എടുക്കുന്നത്. 1.5 ഗുളിക എടുത്തിട്ട് അത് നല്ലോണം പൊടിച്ചിട്ട് നമ്മുടെ മുലപ്പാലിൽ കലക്കിയിട്ട് എന്നും രാവിലെ വെളുപ്പിന് കൊടുക്കുന്ന സാധനമാണ് ഈ തൈറോയിഡ്. തൈറോയിഡൊക്കെ ഭയങ്കര കൂടുതലാണ്. നമുക്ക് മെയിനായിട്ട് ഏറ്റവും വലിയ പാടാ ഒന്ന് ഫുഡ് കൊടുക്കുക. വലിയൊരു ടാസ്ക്കാണ്. പിന്നെ മരുന്ന്. ഇപ്പോൾ വലുതായി വരുന്നതുകൊണ്ട് മരുന്ന് കുടിക്കാൻ ഭയങ്കര പാടാ ആൾക്ക്. മരുന്ന് കൊടുക്കണം. അധികം കരച്ചിലൊന്നും ഇല്ലാതെ മരുന്ന് കുടിച്ചതിന്റെ സന്തോഷമാണ് ആളുടെ മുഖത്ത് കാണുന്നത് കേട്ടോ. വലിയൊരു ആശാണ് ആൾക്ക് മരുന്ന് കുടിക്കാനും ഫുഡ് കഴിക്കാനും. ഇതൊഴിച്ച് ആൾക്ക് വേറെ എന്താണെങ്കിലും ആൾ ഓക്കെയാണ്. അവൻ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്ന ലൈക്ക് ചിപ്സ്, ബിസ്ക്കറ്റ് അങ്ങനെയുള്ളതൊക്കെ കൊടുത്താൽ ആൾ വയറ് നിറച്ച് കഴിച്ചോളൂ. അവിടേക്ക്
മരുന്ന് കഴിച്ചോ? ഇനി വേഗം മരുന്ന് കഴിച്ചോ? ഇനി വേഗം മരുന്ന് കഴിച്ചോ? ടപ്പോ 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 ടപ്പോ. ഞാൻ ഇപ്പോഴും എന്തായാലും ആഹാരം കൊടുക്കത്തില്ല. മരുന്ന് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുള്ള ഫുഡ് കൊടുക്കത്തുള്ളൂ. ഇന്ന് രാവിലത്തേക്ക് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് മസാല ദോശ ഉണ്ടെങ്കിൽ 2 ദിവസം കൊണ്ടേ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചത് മസാല ദോശ വാങ്ങാണ്. അങ്ങനെ ഞാൻ ഒരു മസാല ദോശ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിമോൾക്ക് ഉഴുന്നുവട ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവൾക്ക് ഉഴുന്നുവട വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മസാല ദോശ കഴിക്കും, അവൾ ഉഴുന്നുവട കഴിക്കും. കുറേ നാളായി മസാല ദോശ കഴിച്ചിട്ട്. നമുക്കത് കഴിക്കാം. ഒരെണ്ണം കൂടെ വാങ്ങാനുള്ളതായിരുന്നു. ഗൈസ് വേറെ ആളൊക്കെ ഉണ്ട് കഴിക്കുന്ന നോക്കൊണ്ട് നടക്കാം. നിങ്ങൾ ബാ കുഞ്ഞിന് തരാം ബാ. അങ്ങനെ ഗൈസ് ഒടുവിൽ എൻ്റെ പാത്രം ഒറ്റയ്ക്കായിരിക്കുന്നു. ഇനി ഇതാരാ പക്ഷെ പാത്രം കഴിച്ചിട്ട് തരാം കേട്ടോ കേട്ടോ. ആ ടപ്പോ ടപ്പോ. നമുക്ക് ഉണ്ണിമോക്ക് ഫുഡ് കൊടുക്കണം. നമുക്ക് ഒരു നേരെ കുറുക്ക് കൊടുക്കത്തുള്ളൂ കേട്ടോ. ഇപ്പൊ എപ്പോഴും അങ്ങനെ കുറുക്ക് കുടിക്കുന്ന ആൾക്ക് ഇഷ്ടമല്ല. വൈകുന്നേരം മാത്രമേ അവർക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കത്തുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ ക്യാരറ്റ് പുഴുങ്ങിയതോ ഫ്രൂട്ട്സ് പുഴുങ്ങിയതോ ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ചതോ അങ്ങനെയുള്ള നമ്മൾ വീട്ടിൽ വെക്കുന്ന ചോറ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ആൾക്ക് കൊടുക്കുന്നത്. അത്യാവശ്യം നമ്മൾ ഇങ്ങനെ ആളുടെ വണ്ടിയിൽ ഇരുത്തിയിട്ടാണ് അവൾക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് അവൾക്ക് ഫുഡ് കൊടുക്കുന്നത് കാണാം. അത്യാവശ്യം നമ്മൾ ഉണ്ണിമോക്ക് ഫുഡ് കൊടുക്കുവാണ്. ഈ ഉഴുന്നുവടേൻ്റെ ഈ തോട് പോലത്തെ ഭാഗം കൊടുക്കത്തില്ല കേട്ടോ. അത് പിച്ച് കളഞ്ഞിട്ട് അകത്തുള്ളത് മാത്രമേ കൊടുക്കൂ. തുപ്പിക്കളയാതെ കുഞ്ഞാ. ഇതാണ് ഗൈസ് കുഴപ്പമാണ്. തുപ്പി താക്കോട്ടിടുക. അങ്ങനെ ഗൈസ് നമ്മളെ ഉണ്ണിമോക്ക് ഫുഡൊക്കെ കൊടുത്ത് അവളെ ഞാൻ ഇവിടെ കിടത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. എന്നിട്ട് ഉച്ചക്കലത്തേക്കുള്ള പരിപാടി നോക്കാം. ഞാൻ എന്തായാലും അരി അടുപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചോറാകുമ്പോഴത്തേക്ക് നമുക്ക് കറിയെല്ലാം സെറ്റ് ചെയ്താൽ മതി. ഗൈസ് ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അപ്പം ഞങ്ങൾ ഹാളിൽ തന്നെ കിടക്കുവാണ്. ഇവിടെ ഉണ്ണിമോക്ക് ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ കിടക്കാന്ന് വിചാരിച്ചു. ഗൈസ് കേട്ടോ ആള് വരുന്നത് ഉണ്ടോ? എന്റെ കാലിൽ വിവരി വന്നേന്. ഞാൻ ഈ ഫോൺ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവൾ എടുത്തോണ്ട് പോവും. വളയുകയാണ്. നമ്മൾ ഇനിയിപ്പോ പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വരും കേട്ടോ. വരുവാണ്. ഇത് നിരുന്നു എന്റെ തലേനൊരു മൂട് തിരിഞ്ഞിരുന്നിട്ട് കിടക്കുക എന്തൊക്കെയാ.